കസേര 75 പിന്നെ മേശയാ. ഓ അപ്പം ഞാൻ എന്തായി എഴുതി ലിസ്റ്റാക്കുന്നതെന്നല്ലേ? നാളെ സൽക്കാരാണ് കേട്ടോ. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് അവരെ ഫാമിലി മെമ്പേഴ്സൊക്കെ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന ചടങ്ങാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനമൊക്കെ ലിസ്റ്റ് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഓൾറെഡി തന്നെ മോർണിംഗ് വന്ന് അവർ പന്തലും കാര്യങ്ങളൊക്കെ വേഗം തന്നെ സെറ്റാക്കി. കാരണം മഴ പെയ്യോ ഇല്ലയോ എന്ന് നമുക്ക് ഡൗട്ടുണ്ട് കേട്ടോ. പെയ്താൽ ഇടങ്ങാറാവണ്ടെന്ന് വിചാരിച്ചിട്ട് മൊത്തമായിട്ട് തന്നെ പന്തലിട്ട് കവർ ചെയ്തു കേട്ടോ. സൽക്കാര ചടങ്ങ് എന്ന് പറയുന്നത് ചെക്കിൻ്റെ ഫാമിലിയിൽ നിന്നുള്ള എല്ലാവരും കൂടെ പെണ്ണിൻ്റെ വീട് കാണാനുള്ളൊരു ചടങ്ങാണ് കേട്ടോ. കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നതുകൊണ്ടാണ് ഈ ഒരു സൽക്കാര ചടങ്ങ് നടത്തുന്നത്. അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. ഇത് 2 പേരും എൻ്റെ അച്ഛൻ്റെ അനിയന്മാരാണ് കേട്ടോ. 2 പേരാണുള്ളത്. അവർ രണ്ടാളും നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ ഒക്കെ എൻ്റെ കസിൻസാണ്. എൻ്റെ വീഡിയോസിൽ ഇപ്പോൾ അധികവും കാണാറുണ്ട്. അച്ഛൻ്റെ അനിയൻ്റെ മക്കളും അവരുടെ മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആൻറ്റിമാരും മമ്മിമാരും എല്ലാവരും ഇവിടുന്ന് അടിച്ചിരിക്കുകയാണ്. മോർണിംഗ് തന്നെ എല്ലാവരും വന്നിരുന്നു. അവർക്കായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഏകദേശം ഉച്ചയോടെയാണ് അവിടെ എത്തുക. പിന്നെ ഏകദേശം അവരെത്താറായി. അതിനായി അവർക്കായുള്ള വെൽക്കം ഡ്രിങ്കൊക്കെ ഇതാ ഇവിടെ സൈഡിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. റിസ ബേബിയും റെയ്യും ഒക്കെ ഇങ്ങനെ അവർ വരുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നു. അനിയത്തി എത്തി. അങ്ങനെ എല്ലാവരെയും നമ്മൾ വെൽക്കം ചെയ്ത് അവരെല്ലാവരും അകത്തേക്ക് കയറുകയാണ് കേട്ടോ. എല്ലാവർക്കും വെൽക്കം ഡ്രിങ്കൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം പിന്നെ ഫുഡിങ് പരിപാടിയിലോട്ടേക്ക് പോയി കേട്ടോ. അങ്ങനെ അവരെല്ലാം കഴിച്ചതിന് ശേഷം ലാസ്റ്റ് ഇതാ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിള്ളേരൊക്കെ വൻ കളിയിലാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് അവർക്ക് കളിക്കാൻ കൂട്ടായിട്ട് അവിടെ സത്യപ്പാപ്പനും ഉണ്ട്. അവരെല്ലാം ഏകദേശം പോകാനുള്ള ടൈമായി കേട്ടോ. അച്ഛനും അമ്മയും എന്താണ് കാര്യമായിട്ട് പറയുന്നതെന്ന് അറിയില്ല. എന്തായാലും അത് കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തെന്ന് മാത്രം. അങ്ങനെ ഞങ്ങളുടെ സൽക്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആകെ മൊത്തം ഫ്രീ ആയി കേട്ടോ. പക്ഷേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കൊരു പ്രത്യേകത കൂടെ ഉണ്ട്. മെയ് 15 അമ്മയുടെ ബർത്ത്ഡേ ആണ്. പക്ഷെ ഞങ്ങൾ അമ്മേനെ വിഷു ഒന്നും ചെയ്തിട്ടില്ല. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ തിരക്കിലായതുകൊണ്ട് തന്നെ അമ്മ അതും സെലിബ്രേറ്റ് ഒന്നും ചെയ്യുന്നില്ല എന്ന് വെച്ച് വിട്ടതായിരിക്കും. പക്ഷേ അനിയത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ ഈവനിങ് ആകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തീരുമാനിച്ചതാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ ഡ്രസ്സും ഗിഫ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം അനിയത്തിയും അതോടൊപ്പം തന്നെ അവളുടെ ഹസ്ബൻഡിൻ്റെ പെണ്ണുകളും വരുന്നുണ്ട്. ഓൺ ദ വേ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി കേക്കൊക്കെ അമ്മ കാണാതെ പോയി വാങ്ങി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കിന്ന് തിരിച്ചു പോകാൻ. അപ്പം അതിൻ്റെ ഒരു തിരക്കിലാണ്. പ്രത്യേകിച്ച് പ്രോഗ്രാമൊന്നുമില്ല കേട്ടോ. അപ്രതീക്ഷയായിട്ടാണ് സൽക്കാരും ബർത്ത്ഡേ ഒക്കെ ഒരേ ദിവസം വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ പുറത്ത് പോയിരിക്കാൻ റീവനിങ് ഉണ്ട്. ഒന്ന് നോക്കട്ടെ. ഒന്നും നോക്കിയിട്ടില്ല. ആകെ തിരക്കായിട്ട് പെട്ടെന്ന് തന്നെ വാങ്ങി കൊണ്ടുവച്ചിട്ടുള്ളത്. നോക്കട്ടോ. അനിയത്തി കൂടെ വന്നതിന് ശേഷം നമ്മൾ വേഗം തന്നെ കേക്കൊക്കെ എടുത്ത് സെറ്റാക്കുകയാണ് കേട്ടോ. വലിയ ഡെക്കറേഷനും കാര്യങ്ങളും ഒന്നുമില്ല. കാരണം പെട്ടെന്നുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ ചെറുതായി ജസ്റ്റ് ഒരു ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ മാജിക് കാൻഡിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അത് മൊത്തം കേക്കിന് ചുറ്റും ഇങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് കാൻഡിൽസ് ഇങ്ങനെ ഊതിക്കെടുത്താൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തിരിച്ചത് പിന്നെയും കത്തും. പക്ഷേ ഇപ്പോഴത്തെ മാജിക് കാൻഡിൽ എന്തോ അങ്ങനെ കത്തുന്നതായിട്ട് കണ്ടിട്ടില്ല. എന്നാലും ഞാൻ എന്തായാലും ഒരു രസമല്ലേ എന്ന് വെച്ചാൽ ഫുൾ കാൻഡിൽസും കേക്കിന് ചുറ്റും കത്തിച്ച് വെക്കുകയാണ് കേട്ടോ. സോ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു നമ്മൾ വെളിച്ച് ഇങ്ങനെ ഊതിക്കെടുത്താൻ പാടില്ല, മെഴുകുതിരി കത്തിക്കണ്ട എന്നൊക്കെ. പക്ഷേ ആ വിധ അന്ധവിശ്വാസങ്ങളൊന്നും എനിക്കില്ല കേട്ടോ. ഞാനൊക്കെ നിരത്തി അങ്ങ് കത്തിച്ചു. ഇനി എന്താ കേക്ക് കട്ടിങ് തന്നെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. കട്ട് ചെയ്തോ. എന്നോട് സ്പോസ് ചെയ്തു. ഇനി അക്ഷരി ചെയ്യണം. അറിയോ? ഓക്കെ. നമ്മുടെ ലൈഫിലെ ഓരോ മൊമെൻറ്റ്സും പറ്റാവുന്ന രീതിയിൽ എൻജോയ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം. എത്ര നാളും ഇങ്ങനെ ഉണ്ടാവുമെന്നറിയില്ല. എന്നാലും ഒത്തൊരുമിച്ചിലെ ഈ ഓർമ്മകൾ എന്ന് പറയുന്നത് അത് മറ്റെന്തിനേക്കാളും വളരെ വലുതാണ്. സോ എൻജോയ് ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് ഓഫ് യുവർ ലൈഫ്.
താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.